ഫ്രോക്കിന്റെ കട്ടിംഗ് വീഡിയോ ആയിരുന്നു നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇതിന്റെ വിശദമായ സ്റ്റിച്ചിങ് വീഡിയോയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം മറക്കരുത്, ഇതേവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ലീവ് മടക്കി അടിക്കുന്നതാണ്. സ്ലീവ് ഹാഫ് സ്ലീവ് ആയിരുന്നല്ലോ നമ്മൾ വെട്ടി വെച്ചിരുന്നത്, അത് മടക്കി അടിക്കാൻ. ഇത് തുമ്പുവശം തേരായതുകൊണ്ട് നമുക്ക് ഒറ്റ ഒരു മടക്ക് മടക്കിയാലും മതി. അല്ല എങ്കിൽ ഒരു മടക്ക് മടക്കി ഒരു മടക്കൂടെ മടക്കി വയ്ക്കുക. കോട്ടൺ തുണി ആയതുകൊണ്ട് നമ്മൾ മടക്കി വെച്ചാൽ അതേപോലെ തന്നെ ഇരിക്കും. പിന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഞാൻ 2 മടക്ക് തന്നെ മടക്കുകയാണ്. ഒരു മടക്ക് മടക്കി ഒരു മടക്കൂടെ മടക്കി ശേഷം ഇങ്ങനെ ഒരു രണ്ടിൽ നിന്ന് നമ്മൾ ഒന്ന് അടുത്ത സ്ലീവ് കൂടെ അതിൻ്റെ ആ ഒരു മടക്കി അളവുണ്ടല്ലോ, ആ ഒരു അളവിൽ തന്നെ ഇത് മടക്കി അടിച്ചു കൊടുക്കുക. കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ബാക്ക് കഴുത്ത് എങ്ങനെയാണ് അടിക്കുന്നതെന്ന് കാണിക്കാം. ഈ രീതിയിൽ നമ്മൾ നോർമലി കഴുത്തൊക്കെ അടിക്കുമ്പോൾ അടിക്കുന്നത്. ഫ്രണ്ട് കഴുത്ത് ഞാൻ ആദ്യം കാണിക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകേണ്ടെന്ന് കരുതിയാണ്. ഫ്രണ്ട് കഴുത്തിലേക്ക് ഞാനൊരു ഡിസൈനായിട്ട് ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചിരുന്നല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ മറിച്ചടിക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് മറിച്ചടിക്കുമ്പോൾ സാധാരണ ചീത്ത വശത്തേക്കാണല്ലോ നമ്മൾ അടിക്കുന്ന പാർട്ട് പോകുന്നത്. പക്ഷേ ഈ ഹക്കോബയുടെ ക്ലോത്ത് വെച്ചടിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് കാണാവുന്ന രീതിയിലാണ് വെച്ചടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ബാക്ക് നോർമലി എങ്ങനെ തയ്ക്കുന്നതെന്ന് ബാക്ക് അടിച്ച് കാണിക്കാം. ശേഷം നല്ല വശത്തേക്ക് ക്ലോത്ത് എങ്ങനെ അടിച്ച് മറിക്കുന്നത് ഇവിടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ നെക്കിന് അടിച്ച് മറിക്കാൻ വേണ്ടി ഇതേപോലെ ഈ നെക്കിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടെ വലുപ്പത്തിൽ ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലോത്തിൻ്റെ നടുക്കൂടെ ജോയിൻ ചെയ്താണ് നമ്മൾ ഇങ്ങനൊരു പീസ് റൗണ്ടിൽ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ നല്ല പാർട്ട്, നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പാർട്ട് നമ്മൾ ഇതേപോലെ മെഷീനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നല്ല പാർട്ട് അതിനെ ഫേസ് ചെയ്യുന്ന പോലെ, നല്ല പാർട്ടൂടെ ഫേസ് ചെയ്യുന്ന പോലെ ഇതിന് സെൻറ്ററിൽ ഇപ്പം അടിപ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ മടക്കുള്ളതുകൊണ്ട് അതും സെൻറ്റർ കാണാം. അപ്പോൾ ആ സെൻറ്ററുകൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ആദ്യമൊക്കെ തയ്ക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ ഇതേപോലെ ആദ്യം ക്ലോത്ത് ഒരുമിച്ച് വെക്കുക. നമ്മൾ കട്ട് ചെയ്തേക്കുന്ന തുണി ക്ലോത്ത്, ഇപ്പോൾ നെക്ക് കട്ട് ചെയ്തേക്കുന്ന നല്ല മെറ്റീരിയൽ താഴെയാണ്, അത് നമുക്ക് കാണത്തില്ല. നിങ്ങൾക്ക് ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത്. ഇങ്ങനെ വെച്ചുകൊണ്ട് നല്ല ക്ലോത്ത് നല്ല വശവും ചേർന്ന് ഒരേപോലെ വരുന്ന പോലെ സെൻറ്ററും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഈ പിന്നുകളുണ്ടല്ലോ, മുട്ടുപിന്നുകൾ, തുണി തെന്നിപ്പോകാതിരിക്കാനുള്ള അത്തരം പിന്നുകൾ ഈ കഴുത്ത് വെട്ടിയതിൻ്റെ തൊട്ടിപ്പുറ ഭാഗം തൊട്ട് കുത്തി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ക്ലോത്ത് പോവുകയല്ലോ. അതേപോലെ തന്നെ ഈ താഴ്ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ 2-3 അടുത്ത്, ഇത് കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെയൊന്നും തെന്നിയൊന്നും പോകില്ലെങ്കിലും ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഒരു എളുപ്പമാകാൻ വേണ്ടി ഇങ്ങനെ 4 വശത്ത്, ഇനിയിപ്പം ക്ലോത്ത് എവിടെ പിടിച്ചാലും മാറിപ്പോകില്ല. ശേഷം ക്ലോത്ത് തിരിക്കുമ്പോൾ ഇതുണ്ടല്ലേ, നമ്മുടെ നെക്ക് വെട്ടിയ പോർഷൻ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ നമ്മൾ മറിച്ചടിക്കുന്ന പീസ് ക്ലോത്താണ് അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ മുട്ടുപിൻ കുത്തിയത് കാണുകയും ചെയ്യാമല്ലോ 4 വശം. ഇനിയിപ്പോൾ നമ്മൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതിന് വെളിയിൽ കൂടെ ഇങ്ങനെ അടിച്ചു വിടുകയാണ്. ഇത് ഷോൾഡർ ഭാഗം ഇവിടം തൊട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ അടിച്ച് ഇവിടെ വരെ കൊണ്ട് നിർത്തുകയാണ്. ആദ്യമൊക്കെ അടിക്കുന്നവർ പെയ്യെ അടിക്കുക. മോട്ടോർ വെച്ച മെഷീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചടിക്കുക. പിന്നെ നമുക്ക് കരുത്ത് എന്തുമായാലും എത്ര എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാൽ ഒത്തിരി സ്പീഡിൽ അടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഷേപ്പിൽ അടിച്ചെടുത്ത് നിർത്തിയേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് വൈറ്റ് കളറിട്ട് അടിച്ചത് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനും, ഫ്രണ്ട് വശം ഞാൻ വൈറ്റാണ് വൈറ്റ് കൊബൈൽ അടിക്കണതുകൊണ്ട് വൈറ്റ് കളർ തന്നെ ഇട്ട് തയ്ച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാമല്ലോ. ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ പിന്ന് മാറ്റാവുന്നതാണ്. പിൻ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു തുമ്പിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മളിപ്പം കഴുത്തിൽ ഇവിടെ വെച്ചിരുന്ന ഈ ഒരു ബാൻഡ് ഉണ്ടല്ലോ, ഈ ബാൻഡ് പിടുത്തത്തിന് വേണ്ടി വെച്ചിരുന്ന ആ ബാൻഡ് കൂട്ടി നമ്മൾ നെക്ക് ഇവിടെ നിന്ന് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ആ ഒരു സ്പേസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. തയ്യൽ തുമ്പിട്ടുകൊണ്ട് നമ്മുടെ ആ ഒരു ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഇട്ടുകൊണ്ടേ കട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നൂല് വിട്ടു പോകുന്നതാണ്. അപ്പോൾ നമ്മളിത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കഴുത്തടിക്കുന്നത്. ഇതിപ്പം കഴുത്തടിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വളവുകളുടെ വശം നമുക്ക് നല്ലതായിട്ട് വരാൻ വേണ്ടി സ്റ്റിച്ചിങ്ങിലോട്ട് കയറാതെ ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു കർവൊക്കെ നല്ല വളഞ്ഞ് ശരിക്ക് തിരിച്ചിടുമ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ച് കയറി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും. സ്റ്റിച്ച് കയറി കട്ട് ചെയ്ത് ഇങ്ങനെ ആ കർവുകളുടെ അവിടെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നല്ല വശത്തുനിന്ന്
ഈ ക്ലോത്ത് ഇങ്ങനെ തിരിച്ചിടുവാണ്. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കണ്ടില്ലേ? ഇപ്പം ഇങ്ങനെ ഇത് കോട്ടൺ തുണികളിൽ ആദ്യം ചെയ്യുമ്പോൾ കോട്ടൺ തുണികളിലേ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ നിൽക്കാൻ എളുപ്പം അതാണ്. ഇങ്ങനെ വെച്ച് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് ഇതൊന്ന് എടുക്കുക. എന്നപ്പം ഇത് പിന്നെ അവിടെ ഇരുന്നോളും. കോട്ടൺ ആകുമ്പോൾ ആ മടക്കി വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇരുന്നോളും. അല്ലേ? നമ്മൾ അകത്തെ തുണിയും ഈ സെയിം കളർ ആയതുകൊണ്ട് ഇനി ഒട്ടും കാണാനും ഒന്നും കാണത്തൊന്നുമില്ല, അറിയത്തുമില്ല. അതേപോലെ സെറ്റായിട്ട് പിന്നെ കൈ കൊണ്ടും ഒക്കെ ഒന്നിങ്ങനെ തൂത്ത് നല്ല കറക്റ്റായിട്ടൊന്ന്. അപ്പം ബാക്ക് നെക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഞാൻ ഫ്രണ്ട് നെക്കിൽ ഫ്രണ്ടിലേക്ക് ഇതിപ്പം നമ്മൾ നല്ല വശം വെച്ചാണ് അടിച്ച് പറിച്ചത്. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ബാക്കിൽ അങ്ങനെ ചെയ്തെങ്കിലും ഞാൻ ഫ്രണ്ടിൽ ഈ ഒരു മെറ്റീരിയലാണ് എനിക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. ഇത് ഇങ്ങനെ നമുക്ക് വരണം. ഈ ഒരു മെറ്റീരിയൽ കാണാൻ പ്രയാസമുണ്ടോ? ഈ ഒരു മെറ്റീരിയൽ അടിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ വരണം. അതിന് ഈ ഒരു ഈ ഒരു മെറ്റീരിയലിന് കനം കുറവായതുകൊണ്ട് ഞാൻ ഒരു ഒരു പ്ലെയിൻ മെറ്റീരിയലൂടെ കൂട്ടി അടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബ്ലാക്കിലോട്ട് വയ്ക്കുമ്പോൾ ഈ ബ്ലാക്കിൻ്റെ എടുപ്പായിരിക്കും ഇതിൽ വരുന്നത്. നമ്മുടെ ഈ ക്ലോത്തിന് എടുപ്പില്ലാതായിപ്പോൾ അതുകൊണ്ട് ഒരു 2 ലെയർ ക്ലോത്ത് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. വെച്ച ശേഷം ഇത് തിരിച്ചിങ്ങനെ ഈ വശത്തേക്ക് വരണമെങ്കിൽ എങ്ങനെ അടിക്കണം? ഫ്രണ്ട് വശം വെച്ചടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തത് ക്യാമറയിൽ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മെയിൻ മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് ആ ഷേപ്പിൽ നമ്മുടെ ബാക്ക് അടിച്ച പോലെ തന്നെ അടിച്ചു കഴിഞ്ഞ് തിരിച്ച് മറിച്ചിടുമ്പോൾ കണ്ടില്ലേ, ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല വശം ഫ്രണ്ടിലേക്ക് ഇതേപോലെ വരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് മടക്കി അടിക്കണമെങ്കിൽ അടിക്കാം. ഞാൻ മടക്കി അടിക്കാതെ ഒരു ലേസാണ് അടിക്കാൻ പോകുന്നത്. ആദ്യം നെക്കൊന്ന് പതിച്ചടിക്കുന്നു. നെക്കിൻ്റെ അവിടെ പതിച്ചടിച്ച ശേഷം ഇതിൻ്റെ താഴ്വശത്തൂടെ ഞാൻ ലേസ് വെച്ച് അടിക്കുന്നതേ ഉള്ളൂ. പതിച്ചടിച്ച ശേഷം ഈ സൈഡിലൂടെ ഒന്ന് അടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മണ്ടേ കൂടെ ലേസ് വെച്ച് അടിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊന്ന് പതിച്ചടിക്കുന്നു. ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കൈക്കുഴി വെട്ടിയിരിക്കുന്ന അവിടെ ഈ എക്സ്ട്രാ വെള്ളമുള്ള ഭാഗം ഞാൻ ആ കൈക്കുഴിയുടെ ഷേപ്പ് അനുസരിച്ച് അത് വെട്ടി മാറ്റുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ചെയ്തിട്ട് ഇനി കാണാം. ഇതുണ്ടല്ലേ, ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ലേസ് ഇതുണ്ടല്ലേ, ഈ ഫ്ലവേഴ്സായിട്ട് വരുന്ന ഈ ഒരു ലേസ് ഇതേപോലെ വെച്ച് ഈ മുകൾ വശത്തോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ സ്ലീവിന് തയ്ക്കുമ്പോൾ അകത്ത് പോകുന്നതുകൊണ്ട് ഇതിന് പുറത്ത് ഭാഗത്തോടെയാണ് തയ്ക്കുന്നത്. ഫ്രണ്ടിലെ ബാക്കിലെ നെക്കുകൾ ഇങ്ങനെ മറിച്ചടിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഈ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിക്കാനാണ്. ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് നമ്മൾ ഈ മറിച്ചടിച്ച തുണിയല്ല, അല്ലാതെയുള്ള നല്ല ഭാഗം ചേർത്ത് വയ്ക്കുക. ഈ ബാക്ക് വശത്ത് നമ്മുടെ വശത്ത് എടുത്ത് വെച്ചുകൊണ്ട് ഈ നല്ല തുണികൾ തമ്മിൽ കറക്റ്റായിട്ട് ഇതേപോലെ വയ്ക്കുക. വെച്ച ശേഷം ഈ ബാക്കിൽ മറിച്ചടിച്ച തുണി നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ, അതെടുത്ത് നേരെ ഈ ഫ്രണ്ടിലത്തെയാണല്ലോ ഈ ഇരിക്കുന്നത്, ഇതിനെ ഇങ്ങനെ കവർ ചെയ്യുകയാണ്. ചീത്ത വശമാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെയും ചീത്ത വശം ഇങ്ങനെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് കണ്ടത് നമ്മൾ ഈ ക്ലോത്ത് ഇങ്ങോട്ട് ഇരുന്ന ഈ ക്ലോത്തിനെ നമ്മൾ നേരെ എടുത്ത് ഫ്രണ്ടിലത്തെ ആ ക്ലോത്തിനെ കൂടെ മൂടി ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടില്ലേ, കണ്ടോ? ഇങ്ങനെ ശേഷം നമ്മളിതിങ്ങനെ അടിച്ച് വിടുകയാണ്. അപ്പോൾ ഇതിനൊരു ചരിവുണ്ടല്ലോ, ആ ചരിവ് അതേപോലെ ഷോൾഡർ നമ്മളൊരു ചരിച്ച് വെട്ടിയില്ലോ അരയിഞ്ച്, ആ ചരിവ് അതേപോലെ വെച്ചുകൊണ്ട് അരയിഞ്ച് വെച്ചുകൊണ്ട് നമ്മൾ അടിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ കൈ വരുന്ന ആ സ്റ്റാർട്ടിങ്ങിന് അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ചെറിയ തയ്യൽത്തും വിട്ട് വേണം തയ്ക്കാൻ. അത് ഒന്ന് ബാക്കെടുത്ത് നമ്മളവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടുകൊണ്ട് കൊണ്ട് തയ്ച്ച് വിടുകയാണ്. ഇത് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഈ രണ്ടാമത്തെ അടി അടിക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ ഇപ്പോൾ ഞാൻ 2 അടിക്കാൻ വിടുകയാണ്. ശേഷം കട്ട് ചെയ്ത് ഇതിപ്പോൾ ഒരു 2 ഷോൾഡറും അങ്ങനെ ചെയ്തതിന് ശേഷം നോക്കിയാൽ മതി. ഇതുണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഇത് തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഷോൾഡർ കെട്ടി അകവശത്ത് ഷോൾഡറിൻ്റെ കണ്ടില്ല ഇത്രയും ഭാഗം അങ്ങ് മറിഞ്ഞു പോയി. നമ്മൾ അടിപ്പോൾ ഈ ഒരു തുമ്പിൽ മാത്രമേ കാണുന്നുള്ളൂ. ലൈനിങ്ങിൽ ഉള്ളതാണെങ്കിൽ ഒട്ടും ഇതിപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാണുന്നത്. അത്രയും ഇങ്ങനെ കാണാവുന്ന പോലെ ഇത്രയും ഇത് ഇങ്ങനെ മൂടി വന്നു. ഇതുണ്ടല്ലേ, ഇപ്പം നല്ല ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലേ. ഇനി അടുത്ത ഷോൾഡറും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഈ ഫ്രണ്ടിലത്തെ ഇത് വയ്ക്കുക, അതിനോട് ബാക്കിലത്തെ നല്ല വശം ചേർത്ത് വയ്ക്കുക. ഷോൾഡർ ഇത് രണ്ടും ഇങ്ങനെ ഒരേ ലെവലിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ അടിച്ച് മറിച്ച ഈ ക്ലോത്ത് എടുത്ത് ഫ്രണ്ടിലത്തെ ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത്
തിരിച്ച് കൊണ്ടുവരിക. കണ്ടത് ഇങ്ങനെ തിരിച്ച് കൊണ്ടുവരിക. ശേഷം ഇതും അതുപോലെ തന്നെ ആ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് നമ്മൾ അരയിഞ്ച് സ്ലോപ്പ് ഉണ്ടല്ലോ, ആ സ്ലോപ്പ് അതേപോലെ തന്നെ ഷോൾഡറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിക്കുകയാണ്. ഈ അടിപ്പ് വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി, അല്ല എങ്കിൽ ഉള്ളിലൂടെ 2 അടി അടിച്ചാലും മതി. ഇതിൻ്റെ പുറമേ കൂടെ ഇത് വീട്ടിലൊക്കെ ഇടുന്നതുകൊണ്ട് സാരമില്ല, നമുക്ക് പുറത്തൂടെ അടിച്ചങ്ങ് വിട്ടാൽ മതി. ഇതിലെ ഒരടിപ്പടിക്കും. പിന്നെ ഈ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ച ആ തുണി ക്ലോത്ത് ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതേപോലെ അങ്ങ് അടിച്ച് വിടുവാണ്. കൈത്തയ്യലൊന്നും തയ്ക്കുന്നില്ല, വീട്ടിലിടുന്നതിൻ്റെ അല്ലേ. നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്, സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഇതല്ലേ ഫ്രണ്ട് വശം എടുത്ത് വിട്ടതിന് അവിടെ ഒരു കട്ടിങ് ഒരു നോച്ച് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക്, ഇതിപ്പോൾ നല്ല വശമാണല്ലോ എടുത്ത് വെച്ചിരിക്കുന്നത്, നല്ല വശത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ആ നോച്ച് വരുന്ന ഭാഗവും നമ്മുടെ ഈ സെൻറ്റർ തിരിച്ചറിയാൻ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ ഒരു നോച്ച് കൊടുക്കുക. എനിക്കിവിടെ നല്ലൊരു മടക്കുള്ളതുകൊണ്ട് ഞാൻ സെൻറ്റർ തിരിച്ചറിയാൻ പ്രയാസമില്ല, അതുകൊണ്ട് നോച്ച് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ കറക്റ്റ് അവിടേക്ക് ആ മടക്ക് കൊണ്ട് വയ്ക്കുക. ശേഷം ഈ ഭാഗം ഇങ്ങനെ പെയ്യെ അടിച്ചു വിടുക. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് ഒരു തയ്യൽ തുമ്പ് കിട്ടണം കേട്ടോ. തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് വരികയാണ്. നമ്മൾ ഇങ്ങനെ പെയ്യെ ആ വളവിനനുസരിച്ച് പിടിച്ച് ഒരേപോലെ തയ്യൽ തുമ്പ് വരുന്ന പോലെ നമ്മൾ ഇങ്ങനെ വിടുകയാണ്. ഇവിടെ വരെ തയ്ച്ചതിന് ശേഷം നമ്മൾ ക്ലോത്ത് ഇങ്ങനെ സൂചി പൊക്കിക്കൊണ്ട് ഈ ക്ലോത്ത് ഇങ്ങനെ തിരിച്ചുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ വശത്ത് 2 അടിപ്പ് വരും. ഇതിലെ തന്നെ നമ്മൾ അടിച്ച ഭാഗത്തൂടെ തന്നെ അടിച്ച് തിരിച്ച് സെൻറ്റർ ഭാഗത്തോട്ട് വരുവാണ്. ഇനി സെൻറ്റർ ബാക്കി ഭാഗം പിടിപ്പിക്കാനുണ്ടല്ലോ, അവിടേക്ക് വരുമ്പോൾ ഈ വശത്ത് 2 അടിപ്പ് വരും. ഇനിയിപ്പോൾ എത്താൻ പോകുന്നു. സെൻറ്ററിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേട്ടുള്ള പോർഷനും നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു പോകണം. ഇവിടം കഴിയുമ്പോൾ തിരിച്ചൊന്നുകൂടെ അടിക്കുമ്പോൾ ഇവിടെ 2 വശം പകുതി ഭാഗം 2 അടിപ്പില്ലല്ലോ നമുക്ക്, അവിടെയും തിരിച്ചൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 2 അടിപ്പ് വരുന്നതാണ് അല്ലേ. സ്ലീവ് അങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി ഇപ്പോൾ നമുക്ക് സൈഡ് വശം കൂട്ടി അടിക്കേണ്ടതാണ്. വള്ളി അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ച് ഒന്നുകൂടെ മടക്കി ഇങ്ങനെ തുമ്പ് വെളിയിൽ കാണത്തില്ലാത്ത പോലെ അടിച്ച് വിട്ടാൽ മതി. അല്ല എങ്കിൽ നമുക്ക് വള്ളി അടിക്കണമെങ്കിൽ നമ്മൾ അടിനൂല് ഇതേപോലെ നീളത്തിൽ, വള്ളി എത്രയും നീളമുണ്ടോ അത്രയും നീളത്തിൽ ഇതേപോലെ അടിനൂല് ഇങ്ങനെ അടിനൂല് മാത്രം ഇങ്ങനെ വലിച്ചു വെക്കുക. വലിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ വള്ളിയുടെ നല്ല വശത്തേക്ക് ഈ നൂലിങ്ങനെ നീട്ടി അകത്തൂടെ ഇടുകയാണ്. അപ്പം നമ്മുടെ ഈ നല്ല വശത്തുകൂടി ഈ നൂലിങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് നേരെ നടുക്കൂടിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഇങ്ങനെ അങ്ങ് മടക്കുകയാണ്. ഇപ്പം ചീത്ത വശം വെളിയിൽ വരുന്ന പോലെ സെൻറ്ററിൽ കൂടി നൂല് പാസ് ചെയ്യുന്നു. ശേഷം ഈ സെൻറ്ററിൽ കൂടെയാണ് ആ നൂല് വരുന്നത്. നമ്മളിങ്ങനെ വെച്ച് ഇവിടെ ഒന്നെങ്കിൽ ഇങ്ങനെ ചരിച്ച് ഒന്ന് കോണ് ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അങ്ങനെ വരും. അല്ലെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ താല്പര്യം അനുസരിച്ച് അടിക്കാം. ഇവിടെ ഒരു 1-2 സ്റ്റിച്ച് ഒന്ന് കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് കോർണറിൽ കുത്തി നിർത്തിക്കൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തു. നമ്മുടെ ഈ അകത്തുകൂടെയുള്ള ത്രെഡ് ഈ സെൻറ്ററിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യണം. സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പോലെ വെച്ചുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ അടിക്കുകയാണ്. ആ ത്രെഡിൽ കൂടെ ത്രെഡിൻ്റെ മേളിൽ കൂടെ കയറി അടിക്കരുത്. ഇതിങ്ങനെ കണ്ടോ ഇങ്ങനെ അടിച്ച് പോവുകയാണ്. ഒപ്പം ഒരു കുറച്ച് അടിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഈ ക്ലോത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതിൽ പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് ആ ക്ലോത്തിൻ്റെ ഇവിടം വള്ളിക്ക് വെളിയിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത്. കുറച്ചടിച്ചതിന് ശേഷം നമുക്ക് ആ ക്ലോത്ത് അവിടെ നിന്നൊന്ന് ഉള്ളിലൂടെ ഒന്ന് കയറ്റി വിടുക. അല്ലെങ്കിൽ ഇങ്ങനെ അറ്റം വരെ അടിച്ച് തീർന്നതിന് ശേഷം അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വരാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഒരു കുറച്ചട ഇതേപോലെ അടിച്ച് വിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും കൊണ്ട് ഈ വശം ഇങ്ങനെ സ്വല്പം ഓപ്പൺ ആക്കിക്കൊണ്ട് കണ്ടോ നമ്മൾ ഇവിടെ ഒരു സ്വല്പം ഇങ്ങനെ 2 ലെയറായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലോ. ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് ഈ ആദ്യ തുടക്ക വശം നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ശേഷം ആ ത്രെഡിൽ വലിക്കുമ്പോൾ ഇവിടെ അകത്തൂടി ഇങ്ങനെ ഊർന്നൂർന്ന് പോകുന്നോളും. ഇവിടെ സെൻറ്റർ വശം വലിക്കുന്നതനുസരിച്ച് ഇവിടെ എന്താ ഇപ്പോൾ ഇവിടെ വരെയോളം കയറിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്കതുണ്ടല്ലോ ഈ ഇങ്ങനെ ചുരുക്ക ഭാഗം നമുക്കിങ്ങനെ നോർക്കുന്നതനുസരിച്ച് ആ വള്ളി അകത്തോട്ട് കയറി പോകുന്നതാണ്. ഇനി ഇവിടെ
ചുരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അത് കയറ്റി അങ്ങ് എടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇനിയിപ്പം ബാക്കി ഭാഗം കൂടെ തയ്ച്ചതിന് ശേഷം ഇനി വലിച്ചെടുക്കാം. ഇങ്ങോട്ട് വലിച്ച് ഇതുണ്ട് ഈ എൻ്റെ കയ്യിൽ ഈ ഒരു ത്രെഡ് ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നതനുസരിച്ച് ഇങ്ങനെ വലിച്ച് ഇതുണ്ട്. ഇപ്പം ഞാൻ വള്ളിയുടെ അറ്റ ഭാഗം ഇങ്ങനെ വലിച്ച് വെളിയിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ട് ഇങ്ങനെ മുഴുവൻ വലിച്ച് വെളിയിലെടുക്കാവുന്നതാണ്. അല്ലേ, അപ്പോൾ ഇങ്ങനെ വള്ളി ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ വള്ളി തയ്ക്കുമ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്കോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയറ്റി വേണമെങ്കിലും ഇതിൻ്റെ ആ ടിപ്പ് കാണുന്നിടം വരെ ഇങ്ങനെ നമുക്ക് കയറ്റി വിടാവുന്നതാണ്. ടിപ്പ് കണ്ടു കഴിഞ്ഞ് നമുക്ക് ആ ടിപ്പേൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഇറക്കി വലിച്ചെടുക്കാവുന്നതാണ്. അഥവാ ഇതിൻ്റെ വള്ളി പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് കാണിച്ചു തന്നാൽ അഥവാ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പിടിക്കുമ്പോൾ വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തോ ചെയ്യുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടതല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ല പോർഷന് വലിച്ചെത്തിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ശേഷം ഇത് ഒന്ന് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ കമ്പ് ഇതിങ്ങനെ ഊരിയെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ ഇതുണ്ടല്ലേ ഫുള്ള് വലിച്ച് ഇങ്ങനെ. അപ്പം നമ്മുടെ വള്ളികൾ രണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സൈഡ് യോജിപ്പിക്കുന്നതാണ് ചെയ്യാനുള്ളത്. ഞാൻ നമ്മുടെ വള്ളി അറ്റാച്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഏറ്റവും ഷേപ്പ് വരുന്ന 15-ാമത്തെ ഷോൾഡറിൽ നിന്ന് 15 ഇഞ്ച് താഴെയാണ് ഏറ്റവും ഷേപ്പ് വരുന്ന ആ ഒരു പോർഷനാണ് ഞാൻ വള്ളി വെച്ചേക്കുന്നത്. വള്ളി ഇതേപോലെ അകത്ത് വെച്ചൊന്ന് കുത്തിപ്പിടിപ്പിച്ചേക്കാം, അല്ലെ ഒന്ന് പിൻ കുത്തുക ചെയ്താൽ മതി. നമ്മൾ ഈ ശേഷം ഞാനിവിടെ കൈയുടെ എനിക്ക് വണ്ണം വരുന്നത് കറക്റ്റ് വണ്ണം 5.5 ആ 5.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി താഴേക്ക് ഈ ചോക്ക് കൊണ്ടുള്ള മാർക്കിങ്ങിലൂടെ നമ്മൾ അടിച്ച് വിടുകയാണ്. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ലോക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് അടിച്ച് വരികയാണ്. അടിച്ച് വരുമ്പോൾ ഈ ഇവിടെ കക്ഷത്തിൻ്റെ അവിടെയൊക്കെ ഈ രണ്ടെണ്ണം ഒരേപോലെ ഒരേ ഇതിലാണെന്നുള്ളത് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ ഒരേപോലെ വെച്ച് നമ്മൾ അടിച്ച് വിടണം. മാർക്കിങ്ങിലൂടെ അടിച്ചാൽ മതി. ഒരേപോലെ വെച്ച് നമ്മളുടെ ഈ 15 ഇഞ്ച് വരുന്ന ആ ഒരു പോർഷൻ 15 ഇഞ്ച് വരുന്ന ഈ ഒരു പോർഷനിൽ അകത്ത് ഇങ്ങനെ വള്ളി ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടത് തയ്യൽ തുമ്പിലേക്ക് അതിൻ്റെ തുമ്പ് ഫേസ് ചെയ്യുന്ന പോലെ ഉള്ളിലേക്ക് വെച്ച് വള്ളി വെച്ചേക്കുകയാണ്. അവിടെ കൂടെ കൂട്ടി അടിച്ച് പോകുമ്പോൾ ആ ഒരു വള്ളി വെച്ചേക്കുന്ന ആ ഒരു പോർഷനിൽ വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് എടുത്തൊരു 2-3 തവണ അടിച്ചൊന്ന് ഫിക്സ് ചെയ്യേണ്ടതാണ്. ഇവിടെ വരുമ്പോൾ ഒന്ന് ബാക്കി അടിച്ച് ഒന്ന് ബാക്കി അടിച്ച് നമ്മളൊന്ന് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് ബാലൻസ് നമ്മളുടെ ആ താഴോട്ട് വരുമ്പോൾ വീതി കുറച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നാൽ മതി. ഇതേപോലെ നമുക്ക് ഇതിപ്പോൾ ഒരു സൈഡ് അടിക്കുന്നതാണല്ലോ കാണിച്ചത്, അതേപോലെ തന്നെ മറ്റേ സൈഡും 2 വശവും നമുക്ക് ഇതേപോലെ തന്നെ താഴേക്ക് അടിച്ചു കൊണ്ടുവന്നിട്ട് മറ്റേ സൈഡും കൊണ്ട് നമുക്ക് കൂട്ടി അടിച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് നമുക്ക് ബലപ്പെടുത്താം. ശേഷം നമുക്ക് അടിയിൽ ഈ ഞുറു വെച്ച് അടിച്ച പീസ് വെച്ചടിക്കാം. അപ്പോൾ ഇത്രയും അടിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ താഴെ വെക്കാനുള്ള പ്ലീറ്റ്സാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ പ്ലീറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ വെച്ച് അടിക്കുവാണ് ചെയ്യുന്നത്. അപ്പം പ്ലീറ്റ്സ് എങ്ങനെയാണ് ഈ തുണിയിൽ ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. 5 പീസ് ക്ലോത്തുകളായിരുന്നു നമ്മൾ ഞുറുവിന് വേണ്ടിയിട്ട് ഇട്ടിരുന്ന. ആവശ്യത്തിന് ഞുറുവ് എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ആ 5 ക്ലോത്തും നമ്മൾ ഒരുമിച്ച് നീളത്തിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം ചെറിയ ഞുറുവുകൾ ഇട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഈ നമുക്ക് ഇത് മറ്റേ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം താഴ്വശം മടക്കി അടിച്ചാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമുക്ക് കൂട്ടിയടിക്കാം. ഇത് അടിക്കുന്നത് ഞുറുവ് വശം അടിയിൽ വരുന്ന പോലെ ഈ ഇതുമായിട്ട് ചേർത്ത് വെച്ച് അടിക്കുകയാണ്. നിങ്ങൾക്ക് ഞുറുവ് കൂടുതലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ ഇത് തമ്മിലൊന്ന് വെച്ച് നോക്കിയപ്പം എനിക്കൊരു സ്വല്പം കുറവാണ് വന്നത്. കുറവ് വന്നപ്പോൾ 1-2 ഞുറുവ് നമ്മൾ അഴിച്ച് വിട്ടിട്ട് ഇതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞുറുവിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഞുറുവ് ആദ്യമേ തന്നെ ഇതിൻ്റെ ഒപ്പം ഒന്ന് ആക്കി വെച്ചിട്ട് ഞുറുവ് അടിച്ചാലും മതി. ഞാനിപ്പോൾ ഞുറുവ് വശം അടിയിൽ തയ്ക്കുന്ന പോലെ ക്ലോത്ത് മണ്ടയിൽ വെച്ചാണ് തയ്ക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർ നേരെ തിരിച്ച് വെച്ച് തയ്ച്ചാൽ മതി. ഞുറുവ് വശം അഥവാ ചുളുങ്ങി എങ്ങാനും പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഞുറുവ് വശം മുകളിൽ വെച്ചുകൊണ്ട് ഈ ഒറ്റയായിട്ടുള്ള പീസ് താഴെ വെച്ച് അങ്ങനെ അടിച്ചാലും മതി. ഇപ്പോൾ
ഞാനിതിങ്ങനെ അങ്ങ് തയ്ക്കുകയാണ്. ഒരു 2 തവണയെങ്കിലും ഇത് വെച്ച് അറ്റാച്ച് ചെയ്യണം, കാരണം അല്ലെങ്കിൽ കുത്തുവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഞുറുകൊക്കെ വരുന്നതുകൊണ്ട് ഒരു 2 തവണ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലത്തെ പോർഷൻ ഇവിടം കൂടെ നമുക്ക് മടക്കി അടിക്കാം. തുമ്പുവശം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നെക്ക് പോർഷനിലെ ഈ വൈറ്റിൽ ഒരു ബ്ലാക്ക് സിക്സാഗ് ലേസ് കൂടെ ഒന്ന് വെച്ചാലോ എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഷോൾഡറിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി ഇതിനോട് ചേർത്ത് വെച്ച് ഒരു 2 സിക്സാഗ് കൂടെ അടിച്ചു വിടുകയാണ്. നമ്മുടെ ചാനൽ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ നൈറ്റി ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.